യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ? യേശു ഒരു ശിശുവിനെ തൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെയാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. എന്തുകൊണ്ടാണ് യേശു സ്വർഗരാജ്യത്തിലെ വലിയവനുമായി ഒരു ശിശുവിനെ താരതമ്യം ചെയ്തത്? അതിനെക്കുറിച്ച് അറിയണമേ എങ്കിൽ ഒരു ശിശുവിനെ വീക്ഷിച്ച് നോക്കുന്ന അല്ലെ പഠിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്കാണ്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്: ശിശുക്കൾ തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയത്വബോധമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അപകടകരമായൊരു മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ശിശു തൻ്റെ മാതാപിതാക്കളുടെ കരങ്ങളിലാണ് എങ്കിൽ അവന് ഭയമില്ല. അവൻ ആ യാത്രയെ ആസ്വദിച്ചുകൊണ്ട് അവൻ മാതാപിതാക്കളുടെ കരങ്ങളിൽ സുരക്ഷിതമായി ഇട്ടിരിക്കും. അതേസമയം മറ്റൊരു വ്യക്തിയുടെ കരങ്ങളിലാണ് പോകുന്നത് എങ്കിൽ ആ കുഞ്ഞ് നിലവിളിക്കും, ഭയമാണ്. ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സ്വന്തം മാതാപിതാക്കളിലുള്ള ആശ്രയത്വബോധം, വിശ്വാസം. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് എല്ലാം സ്വന്തമാക്കാനുള്ള വ്യഗ്രത. കളിപ്പാട്ടങ്ങളാകട്ടെ മധുരപലഹാരങ്ങളാകട്ടെ ഒരു ശിശുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊടുത്താൽ ആ ശിശു അതെല്ലാം തൻ്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ കൊണ്ടും വാരിക്കൂട്ടി മറ്റാർക്കും കൊടുക്കാൻ സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇതാണ് രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് ആത്മീയതയാണ്, ആത്മീയ മനുഷ്യനെക്കുറിച്ചുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മനുഷ്യരെക്കുറിച്ചുള്ളതാണ്. ഈ ലോകത്തിൻ്റെ മനുഷ്യർ എല്ലാം സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിലാണ്. അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഈ ശിശുവിൻ്റെ രണ്ടാമത്തെ മനോഭാവം, എല്ലാം സ്വന്തമാക്കുക എന്നുള്ളത്. എന്നാൽ യേശുവിനെ അറിഞ്ഞ ഒരു മനുഷ്യൻ, യേശുവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തി, ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തി, അവൻ ഒന്നാമത്തെ മനോഭാവമുള്ള ശിശുവിനെ ആണ് അനുകരിക്കുക. അവൻ പൂർണ്ണമായിട്ടും തൻ്റെ ദുഃഖങ്ങളിൽ, തകർച്ചകളിൽ, രോഗങ്ങളിൽ, പീഡകളിൽ എല്ലാം യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ മനോഭാവമാണ് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. എന്നാൽ നമ്മുടെ സമൂഹം ഇന്ന് ഒന്നാമതെത്താനുള്ള വ്യഗ്രതയിൽ സമൂഹത്തിൽ അരാജകത്വവും ഭിന്നിപ്പും അക്രമവും അഴിച്ചുവിടുന്ന വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും ശിശുക്കളുടെ ആ ഒന്നാമത്തെ മനോഭാവത്തിലേക്ക് മാറിക്കൊണ്ട് ആത്മീയ മനുഷ്യരായി ജഡിക ചിന്തകളിൽ നിന്നകന്നുകൊണ്ട് ഭൗതിക നേട്ടങ്ങളിൽ നിന്നകന്നുകൊണ്ട് നമുക്കും സ്വർഗരാജ്യത്തിലെ ഒന്നാമനാകാനുള്ള പരിശ്രമത്തിൽ പങ്കുചേരാം. ദൈവം നമ്മെ സമർത്ഥമായി
അനുഗ്രഹിക്കട്ടെ.